പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. വർഷത്തിന്റെ തുടക്കത്തിലെ വൻ കുതിപ്പായിരുന്നു സ്വർണ്ണവിലയിലുണ്ടായത്. ഒരു ഘട്ടത്തിൽ പവൻ വില 1.33 ലക്ഷത്തിലേക്ക് വരെ കുതിച്ചു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ സ്വർണ്ണവില കുത്തനെ കുറയുകയാണ്. ഇതോടെ ഇനിയും വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ആഭരണപ്രിയർ. വർഷത്തിന്റെ തുടക്കത്തിലെ വൻ കുതിപ്പ് തന്നെയാണ് സ്വർണ്ണവിലയിലുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ പവൻ വില 1,31,000 കടന്ന് കുതിച്ചിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ സ്വർണ്ണവില കുത്തനെ കുറയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതോടെ ഇനിയും വില കുറയുമെന്ന പ്രതീക്ഷ ആഭരണ പ്രേമികളിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ തിരുത്തൽ താൽക്കാലികം മാത്രമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ വിലയിടിവ് സ്വർണത്തിന്റെ നല്ല കാലം അവസാനിച്ചതിന്റെ സൂചനയായി കാണരുതെന്ന് പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും പറയുകയാണ്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഇനിയും കൂട്ടുമെന്ന ഭയമാണ് വിപണിയിൽ സ്വർണ്ണവില കുറയാൻ കാരണമായത്. ജൂണിലെ യോഗത്തിൽ ബാങ്ക് നൽകിയ സൂചനകൾ കണ്ട് നിക്ഷേപകർ അമിതമായി ആശങ്കപ്പെടുകയാണെന്നും കമ്പനി പറയുന്നുണ്ട്. പലിശ നിരക്ക് കൂട്ടുന്ന കാര്യത്തിൽ വിപണി പ്രതീക്ഷിക്കുന്ന അത്ര വേഗത്തിലുള്ള നടപടികൾ കേന്ദ്ര ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല. യുഎസിലെ തൊഴിൽ വിപണി ശക്തമാണെങ്കിലും പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. ഫെഡറൽ റിസർവ് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ശ്രമിച്ചാൽ പലിശ നിരക്ക് വീണ്ടും കൂട്ടാനുള്ള സാധ്യത കുറയും. അതുമാത്രമല്ല, അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകൾക്കിടയിൽ പലിശ നിരക്ക് ദീർഘകാലത്തേക്ക് ഉയർന്ന നിലയിൽ നിലനിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പലിശ നിരക്ക് അമിതമായി കൂട്ടുകയാണെങ്കിൽ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുകയോ ധനകാര്യ വ്യവസ്ഥ തകരുകയോ ചെയ്തേക്കും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കൂട്ടിയ നിരക്കുകൾ പെട്ടെന്ന് തന്നെ അവർക്ക് കുറയ്ക്കേണ്ടി വരുമെന്നും കമ്പനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വർഷത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ ഊഹാപോഹങ്ങൾ കാരണം സ്വർണ്ണവില അർഹിക്കുന്നതിലും അപ്പുറം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടായ വിലയിടിവ് വിപണിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ബോണ്ട് വരുമാനം, $, മൂല്യം, പണപ്പെരുപ്പം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ സ്വർണ്ണവില യഥാർത്ഥ മൂല്യത്തേക്കാൾ വളരെ മുകളിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തിരുത്തലോടെ വില കൃത്യമായ നിലവാരത്തിലേക്കും എത്തിയിട്ടുണ്ട്. സ്വർണത്തിന് ശക്തമായ ഡിമാൻഡ് ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതും തുടരുന്നു. വില കുറഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ സർവേയിലടക്കം വ്യക്തമാകുന്നത്. സ്വർണത്തെ ഒരു പ്രധാന നിക്ഷേപമായി കാണുന്നവർ വില കുറഞ്ഞ സമയം നോക്കി വാങ്ങലും കൂട്ടുന്നുണ്ട്. സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് കൂടുതൽ പണം ഒഴുകിയെത്തുന്നതും ഇതിന്റെ തെളിവ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.